എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ജാബിർ റഹ്മാനി ഇവിടെ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ മുൻഗാമികളായ ആളുകൾ വിമർശിക്കാത്ത ഏതെങ്കിലും ഒരു ഹദീസ് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇന്നാടെ ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഒരുപക്ഷെ സത്യസന്ധമായിരിക്കാമാ ചോദിച്ചത്, അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കാം, നല്ലത് വിചാരിക്കാം. എന്നാൽ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ജാബിർ റഹ്മാനിയോട് ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങൾ 2007 ഒക്ടോബർ മാസത്തിൽ സെൻസിംഗിൽ നിങ്ങളുടെ പണ്ഡിതനായ CP ഉമർ സുല്ലമി അദ്ദേഹവുമായി കൂടെ നടത്തിയ അഭിമുഖമുണ്ട്. ആ അഭിമുഖം ഇന്നവരെ തെറ്റാന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? അഥവാ സലാസുല്ലമി ഹദീത്തുകൾ നിഷേധിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കണ്ടാൽ, ആരെ ബുദ്ധിക്ക്? അബ്ദുസ്സലാസുല്ലമിന്റെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കണ്ടാൽ മലക്കുൽ മൗത്തിന് ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ജാബിർ റഹ്മാനി ചോദിച്ചല്ലോ, ഞങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒരാൾ അയാളുടെ ബുദ്ധിക്ക് യോജിക്കാത്തത് കൊണ്ട് തള്ളിക്കളഞ്ഞ ഒരു ഉദാഹരണം പിടിച്ചോ? ഇനി ഉദാഹരണം ഉണ്ട് ഇൻഷാ അല്ലാഹ്. എന്താ പറഞ്ഞത്? CP ഉമർ സുല്ലമിനെ പറയാണ്. CP ഉമർ സുല്ലമിയെ പറഞ്ഞത്, സലാസുല്ലമി അദ്ദേഹത്തിന്റെ ബുദ്ധിക്കെതിരായ ഒരു കാര്യം കണ്ടാൽ അത് തട്ടും. ഏതുപോലെ? മലക്കുൽ മൗത്തിന് ഒറ്റ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോ അടുത്ത ചോദ്യം, താങ്കൾക്ക് 65 വയസ്സായല്ലോ. ഈ കാലത്തെ പഠനത്തിനിടയിൽ സഹീഹുൽ ബുഖാരിയിലോ മുസ്ലിമിലോ താങ്കൾ ദഈഫായ ഹദീസുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? ചോദ്യം. മറുപടി, ഹദീസ് സഹീ എന്ന് പറഞ്ഞാൽ മാ യജൂസുൽ അമലു ബിഹി എന്നാണ്. അഥവാ നമ്മുടെ അമലിനെ ബാധിക്കുന്ന ഒരു കാര്യം ബുഖാരിയിൽ സഹീ അല്ലാത്തതില്ല. അമലിനെ ബാധിക്കാത്ത കാര്യങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരണത്തിന് പോയിട്ടില്ല. അന്ന് മുപ്പര് പഠിച്ചു വരുന്നുണ്ടാവും. പിന്നെ അടുത്ത ചോദ്യം, അപ്പോൾ ബുഖാരിയിൽ താങ്കൾ ദഈഫായ ഹദീസുകൾ കണ്ടെത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണല്ലോ അല്ലേ? ബസീപ്പിന്റെ മറുപടി, അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മുടെ അമലിനെ ബാധിക്കുന്ന കാര്യത്തിൽ ബുഖാരിയിലെ ഹദീസുകളെല്ലാം ശരിയാണ്. അമലിനെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. മലക്കുൽ മൗത്തിന്റെ ഒരു കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നതുപോലെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ബഹുമാന്യനായ ജാബിർ റഹ്മാനി, നിങ്ങളിതൊക്കെ ഒന്ന് കാണണം. നിങ്ങളുടെ CP പറഞ്ഞത് ബുഖാരിയിലെ ഹദീസ് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നിങ്ങളുടെ സലാസുല്ലമിയാണ് പറഞ്ഞത് ആ ഹദീസ് എൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്തതാണ്. ഇനി നിങ്ങൾ കേട്ടോളി, ഇത് മുജാഹിദീങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചിട്ടുണ്ട്. മുജാഹിദീങ്ങളുടെ ബുദ്ധിക്ക് ഇതൊക്കെ യോജിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് അൽമനാറാണ്. 972 അൽമനാർ. 972 അൽമനാറിൽ മഹാനായ ഷേഖ് മുഹമ്മദ് മൗലവി റഹിമഹുല്ലാ. ചില ആൾക്കാർക്ക് ഫോട്ടോ മാത്രം മതി, ഒരു ആദർശമൊന്നും വേണ്ട. ഷേഖ് മുഹമ്മദിന്റെ ഫോട്ടോ ഒക്കെ വെക്കുമ്പോഴേ നിങ്ങൾ ഈ ലേഖനം കൂടി ഒന്ന് പ്രസിദ്ധീകരിക്കണം. ശബാബില് അസ്രായിലിന്റെ കണ്ണ്, ഈ ലേഖനം ഒന്ന് പ്രസിദ്ധീകരിക്കണം. എന്താ CP ഉമർ സുല്ലമി എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്, അതുപോലെ അബ്ദുസ്സലാം സുല്ലമി എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് എന്താണ് മഹാനായ ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത്? ഏതായാലും പ്രസ്തുത സംഭവത്തിൽ ബുദ്ധിക്കോ ഖുർആനിക അധ്യാപനങ്ങൾക്കോ ഉപയോഗിക്കുന്ന യാതൊന്നും ഇല്ല. സ്വഹീഹായ പരമ്പരയിലൂടെ സംഭവം ബുഖാരിയിലും മറ്റും സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ ലേഖനാണ്. അപ്പോൾ ബുഖാരിയിൽ മുസ്ലിം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവം തള്ളിക്കളയുന്നു. ആര്? CP ഉമർ സുല്ലമി, അബ്ദുസ്സലാം സുല്ലമി. ഇവരാരാണ്? ഇവരെ നേതാക്കന്മാരാണ്.